നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്ക് കുരുക്കുമുറുക്കുകയാണ് പോലീസ്. ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഉള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ കണ്ണൂർ സൈബർ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ സമർപ്പിക്കും. അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം, സാമ്പത്തിക സ്രോതസ് തുടങ്ങിയവ ഉൾപ്പെടെ കണ്ടെത്താനാണ് നടപടി. ഇതിനിടയിൽ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ അഴീക്കോട് കപ്പക്കടവിലെ അർജുന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതിപ്പോൾ വലിയ വെല്ലുവിളികൾ പോലീസ് നേരെ നടത്തിയ അർജുൻ ആയങ്കിക്ക് പക്ഷേ എല്ലാ രീതിയിലുള്ള കുരുക്കും മുറുക്കിയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ കസ്റ്റഡി വാങ്ങാനുള്ള നീക്കമുണ്ട്. ആരൊക്കെയാണ് ഇയാളെ സഹായിച്ചത്, മറ്റെന്തൊക്കെ നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത്? കാരണം സൈബർ കേസ് ഉൾപ്പെടെ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ അടക്കമുള്ള നിരവധി കേസുകളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം? ഇയാളെ സഹായിച്ചത് ആരാണെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളടക്കം വ്യക്തത വന്നിട്ടുണ്ടോ? ടോമേ, ഇതിൽ ശാസ്ത്രീയമായ തെളിവുകളാണ് പോലീസ് തേടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയുടെ അഴീക്കോടുള്ള വീട്ടിൽ പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ മൊബൈൽ ഫോൺ ആണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. മൊബൈൽ ഫോണിലൂടെയാണ് രമേശ് ചെന്നിത്തലയുടെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയ ആ ഒരു പോസ്റ്റ്, അത്തരം കാര്യങ്ങൾ ചെയ്തത്. അതോടൊപ്പം ഈ ഫോൺ ലഭിച്ചാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇയാളുടെ ഈ ഒരു ഇടപാടുകൾ, ബന്ധങ്ങൾ, അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ ഇതുവരെ ആ ഫോൺ കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ആയങ്കിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക. അതായത് ഇയാൾക്ക് ഈ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിലിപ്പോൾ പ്രണവ്, കുട്ടൻ എന്ന് പറയുന്ന 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരാണ് ഇയാളെ വ്യാഴാഴ്ച ഒരു പകൽ മുഴുവൻ ഇവരുടെ കാറിനകത്ത്, അതായത് സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഈ അർജുൻ ആയങ്കിയുടെ ഇവർ 2 പേരും. ഇവരുടെ കാറിനകത്ത് വ്യാഴാഴ്ച ഒരു ദിവസം മുഴുവൻ അർജുൻ ആയങ്കി കഴിയുന്നു. അതിനുശേഷം തളിപ്പറമ്പിലെ ലോഡ്ജിൽ താമസിക്കുന്നു. അവിടെ കൊണ്ടുവിട്ടതും ഇവരാണ്. അതോടൊപ്പം വിഷ്ണു എന്ന് പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ ഇടുന്ന ഒരാളെ ഇനി കണ്ടെത്താനുണ്ട്. അയാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇങ്ങനെയെല്ലാം ഈ അന്വേഷണത്തിൽ പോലീസ് ശാസ്ത്രീയമായ അതല്ലെങ്കിൽ കൃത്യമായ സാക്ഷിമൊഴികൾ ഉൾപ്പെടെ തേടുകയാണ്. അതിന്റെ ഭാഗമായുള്ള പരിശോധന. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും വസ്തുക്കൾ അർജുൻ ആയങ്കിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ ഇയാളെ ഏതെങ്കിലും ഇത്തരം ബന്ധങ്ങൾ തെളിയിക്കുന്ന ഒന്നും ഇപ്പോൾ വീട്ടിൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഇവിടെ അമ്മ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ആരൊക്കെയാണ് ഇയാളെ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സഹായം ചെയ്തത്? അതോടൊപ്പം ഇയാൾക്ക് ഹൈക്കോടതിയിലും ഇനി സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച ഒരാളാണ്. ഇങ്ങനെ ഈ രീതിയിൽ ഇടപെടാൻ പണം ഇയാൾക്ക് എവിടെ നിന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇത്തരത്തിൽ അധോലോക കൊട്ടേഷൻ സംഘങ്ങളുമായി ഇയാൾക്ക് വലിയ ബന്ധമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇയാളുടെ അനിയനെ നടക്കാവ് പോലീസ് കരുതൽ തടങ്കിൽ എടുത്തപ്പോൾ അവിടെ ഒരു ഗുണ്ട, ഇത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ സംഘം, ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട ആളാണ് ഇയാളെ ജാമ്യത്തിലെടുക്കാൻ പോലും വരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ തോതിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധങ്ങളെല്ലാം കണ്ടുപിടിക്കുക, ഇവരെല്ലാം പൂട്ടുക, അത് തന്നെയാണ് കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ആദ്യം കണ്ണൂരിലെ കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക, അത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക. പ്രധാനമായും ഈ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ട ആവശ്യം ഉന്നയിച്ചാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ആവശ്യപ്പെടുക. അങ്ങനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ആദ്യം മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ഒരു വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവും. അതിനുശേഷം ആരൊക്കെയാണ് ഇയാളെ സ്ഥിരമായി സഹായിക്കുക, ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ക്രിമിനൽ സംഘങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം പരിശോധനയുണ്ടാവും. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം പോലീസ് നടത്തുന്നതാണ്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടിയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇയാൾക്ക് 23 കേസുകളാണ് നിലവിലുള്ളത്. പോലീസ് അതിന്റെ കേസ് ഹിസ്റ്ററി ലിസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ജില്ലാ കളക്ടർ കൈമാറിയിട്ടുണ്ട്. കാരണം ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച കാപ്പ ചുമത്ത് സംബന്ധിച്ച നടപടികൾക്ക് നേതൃത്വം നൽകേണ്ടത്. അങ്ങനെ ഇതിന്റെ എല്ലാ കേസ് ഹിസ്റ്ററിയും ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 23 കേസിൽ 2 വധശ്രമം,
ഇത്തരത്തിൽ കവർച്ച, സ്വർണം പൊട്ടിക്കൽ, അങ്ങനെ വീട് കയറി ആക്രമിക്കുക, അങ്ങനെ തുടങ്ങി നിരവധി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കാപ്പ നിലനിൽക്കും. കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ വെക്കുക, അതാണ് ഇപ്പോൾ പോലീസിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം. ഇനിയിപ്പോൾ കൊച്ചിയിലെ 2 കേസുകളിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താറുണ്ട്. ആ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് കണ്ണൂരിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ ശാസ്ത്രീയമായ ഈ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും. പ്രൊഡക്ഷൻ വാറണ്ട്, അത് എറണാകുളത്താണ് ആ പ്രൊഡക്ഷൻ വാറണ്ട് സമീപിക്കേണ്ടത്. അവിടെ നിന്നും കോടതി മുഖാന്തരം ഇവരുടെ കസ്റ്റഡിയിലേക്ക് വാങ്ങണം. അങ്ങനെ അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ആ കേസിൽ 2 പോലീസ് അതായത് ഈ അർജുനായെങ്കിൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് തന്നെ പറയേണ്ടി വരുമല്ലേ? കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ഒരൊറ്റ കേസിൽ തുടങ്ങിയതാണ്. പിന്നീട് തുടർച്ചയായിട്ടുള്ള വെല്ലുവിളികളും ഭീഷണിയും, ആഭ്യന്തരമന്ത്രിക്ക് നേരെ പോലും വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏറ്റവും ഒടുവിൽ അയാൾക്ക് കൂടുതൽ അയാളുടെ മറ്റു പല കേസുകളിലേക്കും അന്വേഷണം നീങ്ങുന്നതല്ലേ എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? എന്തായാലും ആ ഒരു ഭീഷണിപ്പെടുത്തൽ കേസിൽ മാത്രം അവസാനിപ്പിക്കുന്നതല്ലല്ലോ പോലീസിന്റെ അന്വേഷണം. കൂടുതൽ കേസ്, അതായത് സ്വർണം പൊട്ടിക്കൽ, മറ്റു പലരുടെയും തട്ടിക്കൊണ്ടുപോയ കേസുകളിലേക്കൊക്കെ അർജുനായങ്കയുടെ അറസ്റ്റോടുകൂടി തുമ്പുണ്ടാകുമെന്ന് പോലീസ് ചില പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര എളുപ്പത്തിൽ അർജുനായങ്കയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ചും കാപ്പ കൂടി ചുമത്തുന്ന പശ്ചാത്തലത്തിൽ. എത്ര വലിയ കുറ്റവാളിയായാലും, എത്ര ഉന്നതർ അവരെ സംരക്ഷിച്ചാലും ഒരു നാൾ കൂട്ടുവീഴും, അല്ലെങ്കിൽ ഇത്തരത്തിൽ പിടിക്കപ്പെടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അർജുനായങ്കി. അത്രത്തോളം വലിയ ഭീഷണിയെ മുഴക്കുക, പരിഹസിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇയാളുടെ തന്ത്രം പാളി എന്ന് വേണം പ്രധാനമായും പറയാൻ. ഇയാൾ കണ്ണൂരിലേക്ക് എത്തിയത് തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം തേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. പക്ഷേ ഇയാളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ച് CPM സംസ്ഥാന നേതൃത്വം, MP ഗോവിന്ദനും MP ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടെ ഇയാളെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടി പാർട്ടി കേന്ദ്രങ്ങളിൽ ഇയാൾക്ക്, പാർട്ടി ഗ്രാമങ്ങളിൽ അഭയം നൽകുന്നത് അവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യമായത്. പിന്നീടാണ് ഇയാൾക്ക് തളിപ്പറമ്പിലെ ഒരു ചെറിയൊരു ലോഡ്ജിൽ ഇങ്ങനെ ഒളിച്ച് താമസിക്കേണ്ടി വന്നത്. പിന്നീട് ഇയാൾ അഭിഭാഷകയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:45 ഇയാൾ എത്തുന്നു. ശനിയാഴ്ച ഇവിടെ എത്തുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് ഇയാളെ പിടികൂടുന്നത്. ഈ ലോഡ്ജിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തന്നെ പാർട്ടി ഗ്രാമങ്ങൾ ഇയാളെ പൂർണ്ണമായും കൈയൊഴിയുന്നു. ഇയാളുടെ കണക്കൂട്ടൽ അവിടെയാണ് പിഴയ്ക്കുന്നത്. അപ്പോഴും ഇയാളുടെ ഫേസ്ബുക്ക് വഴി വീണ്ടും ഇത്തരത്തിലുള്ള ഓരോ പരാമർശങ്ങൾ ഉണ്ടാകുന്നു, ഭീഷണി സന്ദേശങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം ഇങ്ങനെ പാർട്ടി ഗ്രാമങ്ങളിൽ താൻ സുരക്ഷിതരാണ്. കഴിഞ്ഞ പല കേസുകൾ പരിശോധിച്ചാലും ഇയാൾ അത്തരത്തിൽ ഈ ഒരു പാർട്ടി ഗ്രാമങ്ങളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇത്തവണ അതിന് സാധിച്ചിട്ടില്ല. അത് പാർട്ടി നേതൃത്വം ശക്തമായ നിലപാടെടുത്തു. ഇയാളെ പിടികൂടുന്നതിൽ എന്താ പ്രശ്നമെന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല MP ജയരാജൻ ഇയാൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം MP ജയരാജനെതിരെയും ഇയാൾ പോസ്റ്റ് ഇടുന്ന, വെല്ലുവിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന പോസ്റ്റുകൾ വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതായാലും പാർട്ടി പൂർണ്ണമായും കൈയൊഴിഞ്ഞു. നേരത്തെ പാർട്ടിക്ക് വേണ്ടി വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ ഓരോ പ്രതിരോധ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇത്തരത്തിൽ സൈബർ പോരാളിയായി നിന്നു. പിന്നീട് കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവായി, സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇറങ്ങിയ ഒരു കൊടും ക്രിമിനൽ അല്ലെങ്കിൽ കൊടും കുറ്റവാളി എന്ന് തന്നെ അർജുനായങ്കിയെ പറയേണ്ടി വരും. കാരണം ഇയാൾക്കിപ്പോൾ ഇയാളെ ഭയപ്പെട്ട് പലപ്പോഴും പല കേസുകളും പോലീസ് സ്റ്റേഷനിലെത്താത്ത സാഹചര്യം കൂടി ഉണ്ടെന്നാണ് പോലീസുകാർ തന്നെ നമ്മോട് പറയുന്നത്. അങ്ങനെ 23 കേസുകൾ ഇതെല്ലാം ഭേദിച്ച് ആളുകൾ പരാതിയായി ഇയാൾക്കെതിരെ എത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊപ്പം ഇയാളെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കേസ് നൽകാത്ത കേസ് ഒരുപാട് സംഭവങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കൃത്യമായി ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പൂട്ടുക, അതാണിപ്പോൾ കേരള പോലീസ് പ്രധാനമായും ശ്രമിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചത്. ഏതായാലും കാപ്പ ഉൾപ്പെടെ കേസ് ചുമത്തുന്നത് സംബന്ധിച്ച നിയമ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 6 മാസത്തിനകം ഇയാൾക്ക് ഏതെങ്കിലും ഒരു കേസിൽ, ക്രിമിനൽ കേസിൽ ഒരു പരാതിക്കാരൻ ഉണ്ടാകണം. ഒരു കേസിൽ അങ്ങനെ ഒരു പരാതിക്കാരൻ ഉണ്ടാകുന്നതാണ് ഇതിന്റെ മാനദണ്ഡം. അതിനുശേഷം 10 കേസിലധികം ഗുരുതരമായ സ്വഭാവമുള്ള 10
10-ലധികം കേസുകൾ ഉണ്ടാകണം. ഇയാൾക്കെതിരെ ഉള്ളതെല്ലാം ഗുരുതര കേസുകളാണ്. അതിൽ വധശ്രമം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ കാപ്പ കേസിലൂടെ ഇയാളെ കരുതൽ തടങ്കലിൽ വെക്കാം, അതല്ലെങ്കിൽ നാട് കടത്താം. ഇതിൽ കരുതൽ തടങ്കലാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. അത്തരം നീക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. അതിന് പുറമെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3-4 കേസ് ഇപ്പോൾ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള IT ആക്ട് പ്രകാരമുള്ള കേസ്, അതിൽ കൃത്യമായ അതിന്റെ ജാമ്യം ഇയാൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാപ്പ കേസ് ഇയാളുടെ ചുമത്തുക, അതാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും പ്രധാനമായി നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഇയാളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഈ അർജുൻ ആയങ്കിക്ക് ഒളിവിൽ പോകാൻ സഹായം നൽകിയവർ, ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത സുഹൃത്ത്, ഇവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? എന്തെങ്കിലും ഈ കേസുകളുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാളുടെ കൂട്ടാളികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? കൃത്യമായി ഇയാൾക്ക് ഇത്തരം സഹായം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാൻ സഹായിക്കുന്ന, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇയാൾ മൊബൈലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇയാൾ കൈകാര്യം ചെയ്യാതിരിക്കുമ്പോഴും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് അതിൽ കൃത്യമായി അത് ആരാണ് എന്നൊക്കെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളുടെ അടുത്ത സുഹൃത്തായ വിഷ്ണുവിനെ ഇനി പിടികൂടാനുണ്ട്. വിഷ്ണുവാണ് ഇതിൽ പ്രധാനമായും പല പോസ്റ്റുകളും ഇത്തരത്തിൽ ചെയ്തത്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള പോസ്റ്റ് ഇയാളുടെ അർജുൻ ആയങ്കിയുടെ തന്നെ ഫോണിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളായ 8 പേരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തിരുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായ പല തെളിവുകളും പോലീസിന് ലഭിച്ചത്. ഒടുവിൽ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുന്നതും. അതിൽ 2 പേരെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രണവും കുട്ടനും, അതായത് ബുധനാഴ്ച ഇയാൾ കണ്ണൂരിലേക്ക് എത്തുന്നു, അർജുൻ ആയങ്കി റോഡ് മാർഗം കണ്ണൂരിലെത്തുന്നു. പിന്നീട് വ്യാഴാഴ്ച ഒരു പകൽ മുഴുവൻ പ്രണവിന്റെയും കുട്ടന്റെയും കാറിനകത്ത് ഇവർ ജോലി സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഈ വാഹനത്തിന്റെ അകത്ത് അർജുൻ ആയങ്കി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒളിവിൽ കഴിയുക, അതായത് നഗരമധ്യത്തിൽ തന്നെ പോലീസിന്റെ മുക്കിന് താഴെ തന്നെ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. പിന്നീട് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് ഇയാൾക്ക് ഈ തളിപ്പറമ്പിലേക്ക് ഇയാൾ താമസം ലോഡ്ജിലേക്ക് ഇയാൾ പോകുന്നത്. ആ ലോഡ്ജിൽ ഉണ്ടാകുന്ന വിവരം പോലീസിന് അറിയുന്നു. അതുകൊണ്ട് പോലീസ് ഏത് സമയത്തും പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞതോടുകൂടിയാണ് അവിടെ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ ഒരു സമയത്താണ് ഇയാളെ പോലീസ് പിടികൂടുകയും പിന്നീട് ഇയാളുടെ ഓരോ ചലനങ്ങളും അത് കൃത്യമായി ഈ CCTV ദൃശ്യങ്ങൾ, ഈ ഓരോ റോഡിലുമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ഇയാളുടെ പിറകെ തന്നെ പോലീസ് സംഘം പോവുകയും പിന്നീട് ഒടുവിൽ ഇയാളെ കണ്ണൂർ നഗരത്തിൽ തന്നെ പിടിക്കപ്പെടാനും സാധിച്ചത്. എന്തായാലും ഇയാൾക്ക് സഹായം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിൽ അങ്ങോളമുള്ള നിരവധി ഗുണ്ടാ സംഘങ്ങളുണ്ട്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരത്തിൽ കവർച്ച തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിലുള്ള ആളുകൾ ഇയാൾക്ക് സഹായികളായിട്ടുണ്ട്. ഇവരെ എല്ലാം പൂട്ടുക, അത് തന്നെയാണ് കേരള പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും ഇയാളെ പിടികൂടിയതിലൂടെ കേരളത്തിലെ വലിയ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ പിടികൂടാൻ പോലീസിന് സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ടോമെ, ഇയാളുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ ഇയാൾ ഓരോ പോസ്റ്റിനും അനുകൂലിച്ചും ഇട്ട കമന്റുകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ ഒരുപാട് ആളുകൾ ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടക്കുന്ന അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെയുള്ള ഇയാളുടെ സൗഹൃദങ്ങളാണ്. അവരെ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഇയാളുടെ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട ആളുകളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതിൽ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകളുണ്ട്, നിരവധി കേസുകളിൽപ്പെട്ട ആളുകളുണ്ട്, കൊലപാതക കേസിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ പല ജില്ലകളിലും സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിരവധി ആളുകൾ ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. എന്തായാലും അവരെ കേന്ദ്രീകരിച്ചും ഇവരെല്ലാം നിരീക്ഷണത്തിലാണ്. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ഏതായാലും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങും. വിശദമായി ചോദ്യം ചെയ്യും. പിന്നീട് എന്തായാലും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതിനായി ഉടൻ തന്നെ കോടതിയിൽ അപേക്ഷ നൽകും. പാലക്കാട് ഷൊർണൂരിൽ ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം. പെൺകുട്ടിയുടെ പരാതിയിൽ രാജസ്ഥാൻ സ്വദേശി സതീഷ് കുമാർ മീണയെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹയാത്രക്കാരനെടുത്ത ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ ഷൊർണൂരിലെത്തിയ മഡ്ഗോൺ എറണാകുളം എക്സ്പ്രസിലാണ് സംഭവം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
എം വിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? ഈ മറ്റ് യാത്രക്കാരുടെ ഇടപെടലാണോ പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായകരമായത്? തീർച്ചയായും ടോം, ഇന്ന് രാവിലെയാണ് സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. അതായത് പ്രതി വടകരയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഒരു സ്വകാര്യ ടൈൽസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഇവിടെ നിന്നും ട്രെയിൻ കയറി ഷൊർണൂരെത്തി, ട്രെയിൻ മാറി കയറി കോയമ്പത്തൂർ വഴി തമിഴ്നാട്ടിലേക്ക് പോകാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഈ വടകരയിൽ നിന്നും ഇയാൾ രാജസ്ഥാൻ സ്വദേശി സതീഷ് കുമാർ മീണ എന്നയാൾ ഈ പ്രതി ട്രെയിനിൽ കയറുകയും യുവതി കോഴിക്കോട് നിന്നും എറണാകുളത്തേക്കുള്ള യാത്രയിൽ ഈ ട്രെയിനിൽ കയറുകയുമായിരുന്നു. ട്രെയിൻ പോകുന്ന ഷൊർണൂർ എത്തുന്നതിന് മുമ്പ് കുറ്റിപ്പുറം ഭാഗം കഴിഞ്ഞപ്പോഴാണ് ഈ യുവതിക്ക് നേരെ ഇയാളെ ലൈംഗിക അതിക്രമം നടത്തുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എതിർദിശയിൽ ബർത്തിന് മുകളിൽ ഇരുന്ന ആളാണ് വീഡിയോ ചിത്രീകരിച്ചത്. സംശയം തോന്നി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ബഹളം ചോദ്യം ചെയ്യുകയും യുവതിയും സംഭവം അറിയുകയും അവിടെ ട്രെയിനിൽ നിന്ന് തന്നെ ഷൊർണൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോൾ റെയിൽവേ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. റെയിൽവേ പോലീസ് രാജസ്ഥാൻ സ്വദേശി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ടോം, യെസ്, എന്തായാലും ഇയാളുടെ ഒരു പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ഇങ്ങനൊരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണോ? മാത്രമല്ല ആ പെൺകുട്ടി ഒരു പക്ഷേ തുടക്കത്തിൽ അറിഞ്ഞു കാണില്ല അല്ലേ ഈ ഇത്തരമൊരു ലൈംഗിക അതിക്രമം ഉണ്ടായത്. അതിനുശേഷം മറ്റ് സാധാരണഗതിയിൽ നമുക്കറിയാം സഹയാത്രക്കാർ പലപ്പോഴും കണ്ണടച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ടായാൽ സഹായത്തിന് ഒരാളെയും കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായും ഒരു സഹയാത്രക്കാരൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു, ആ ദൃശ്യങ്ങൾ പകർത്തുന്നു. പ്രതി എത്രത്തോളം താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും തെളിവായി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുതന്നെയല്ലേ ഇയാൾക്ക് കുരുക്കായതും? തീർച്ചയായും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതി കുടുങ്ങാൻ പ്രധാന കാരണം. യുവതി ഉറങ്ങുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രെയിനിൽ വരികയായിരുന്നു. ഇതിനിടയ്ക്ക് യുവാവ് അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ യുവാവ് പ്രതി അതിക്രമം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ട്രെയിനിന്റെ മറ്റ് സഹയാത്രക്കാരൻ യുവാവ് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പോലീസും ഇത്ര കാര്യക്ഷമ കൂടുതൽ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തുകയോ ഒന്നും ആവശ്യമില്ലാത്തൊരു കേസായി മാറിയത് അതുകൊണ്ടാണ്, ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്രതിയെ വിളിക്കുന്നു, പ്രതി പല കാര്യങ്ങൾ പറയുന്നു, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും, അതിനുശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ, തെളിവ് വേണം, യുവതിയുടെ മൊഴിയെടുക്കും, അങ്ങനെ നിയമവശമായ കുറെ കാര്യങ്ങൾക്ക് ശേഷമാണ് നടപടി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ സംഭവത്തിൽ ഈ ദൃശ്യങ്ങൾ സഹപ്രവർത്തകൻ എടുത്ത സഹയാത്രക്കാരൻ എടുത്ത ഈ ദൃശ്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് വേഗത്തിൽ പ്രതിനെ അറസ്റ്റ് ചെയ്യാനും നടപടികൾ വേഗത്തിലാക്കാനും കഴിഞ്ഞത്. ഇത്തരത്തിൽ സഹയാത്രക്കാരൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി മറ്റ് യാത്രക്കാരുടെ വിവരങ്ങൾ പറഞ്ഞതും. തുടർന്നാണ് ഇതൊരു വലിയൊരു സംഭവമായി മാറിയിട്ട് പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. പ്രതിനെ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ പോലീസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ടോം, യെസ്, എം വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമാണ് ഷൊർണൂരിലുണ്ടായത്. ട്രെയിനിൽ വെച്ചാണ് യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെ യുവതികൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളാകുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ കൃത്യമായ ഇടപെടലുകൾ. ഒന്ന് ഓർക്കുക, ഇതുപോലുള്ള ലൈംഗിക വൈകൃതമുള്ളവർ, നിങ്ങളെ നിരീക്ഷിക്കാൻ ഇവിടുത്തെ ക്യാമറ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സഹയാത്രക്കാരുണ്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ പിടിക്കപ്പെടുമ്പോൾ, കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ അങ്ങേയറ്റം നാണക്കേടുണ്ടാകും. നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പോലും നാണക്കേടുണ്ടാകും. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഷൊർണൂരിലെ ഈ സംഭവം. എന്തായാലും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടിയിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണം
സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് കുറ്റ്യാടി നിട്ടൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റൊരു വാർത്തയിലേക്കാണ്. വെട്ടേറ്റത് നിട്ടൂർ മൊട്ടന്തറ സ്വദേശികളായ ഷോജിൻ, ബബിൻ, അശ്വിൻ എന്നിവർക്കാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ ബൈക്കിലെത്തിയ 10 പേരടങ്ങുന്ന സംഘം യുവാക്കളെ ആക്രമിക്കുകയായിരുന്നു. അക്രമികളിൽ ഒരാളായ നിട്ടൂർ സ്വദേശി ശ്രീജിത്തിനെ പോലീസ് പിടികൂടി. പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഒരു 10 സംഘം ബൈക്കിലെത്തുന്നു, യുവാക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഇതിന്റെ കാരണം എന്താണ്? വ്യക്തിവിരോധമാണോ? ടോം, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് നിട്ടൂരിൽ ഈ വലിയ ആക്രമണം നടന്നിരിക്കുന്നത്. കുറ്റ്യാടി സ്വദേശികളായ മൊട്ടന്തറ സ്വദേശികളായ ഷോജിൻ, ബബിൻ, അശ്വിൻ എന്നിവർക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. ഇതിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ബൈക്കുകളിലായാണ് ഈ ആക്രമണ സംഘം എത്തുകയും ചെയ്തത്. ഇതിൽ പരിക്കേറ്റ ഷോജിൻ, ബബിൻ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ സാരമുള്ളതാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം അശ്വിൻ എന്ന യുവാവിനെ തൊട്ടിൽപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആക്രമണം നടന്നതിന് പിന്നാലെ നാട്ടുകാർ സ്ഥലത്ത് ഓടിക്കൂടുകയും ഈ അക്രമി സംഘത്തിൽ ഒരാളെ, അതിൽ മലയിൽ ശ്രീജിത്ത് എന്ന ആളെയാണ്, നാദാപുരം സ്വദേശിയാണ്, ഇയാളെയാണ് നാട്ടുകാർ പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്ത്. ഇയാളാണ് ഈ ഗുണ്ടാ സംഘത്തിലെ അല്ലെങ്കിൽ ഈ അക്രമ സംഘത്തിലെ പ്രധാനി എന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തിവൈരാഗ്യമാണ് ഈ അക്രമത്തിലേക്ക് നയിച്ചതെന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശ്രീജിത്ത് എന്ന ആളുടെ അല്ലെങ്കിൽ ഈ അക്രമ സംഘത്തിലുള്ള ഒരാളുടെ മകളുമായി ഈ പരിക്കേറ്റ യുവാക്കളിൽ ഒരാളുടെ ബന്ധുവിനൊരു പ്രണയമുണ്ടായിരുന്നു. ഈ പ്രണയത്തെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ ചൊല്ലി ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ 2 സംഘങ്ങളും തമ്മിൽ ഒന്നിച്ചിരുന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലേക്കൊക്കെ നീങ്ങുകയും ചെയ്തു. അതായത് ഈ പ്രണയബന്ധത്തിൽ നിന്നും യുവാവിനോട് പിന്മാറണമെന്ന നിർദ്ദേശം നൽകാനാണ് ഈ ശ്രീജിത്ത് അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ആ ഒത്തുതീർപ്പ് ചർച്ച അലസിപ്പോയി. ഇരുവരും അവരുടെ പ്രണയബന്ധത്തിൽ ഉറച്ചു നിൽക്കാനൊക്കെ ഒരു തീരുമാനത്തിലേക്കൊക്കെ മാറുകയും ചെയ്തു. ഇതേ തുടർന്ന് പിന്നീട് വീണ്ടും ഈ മൊട്ടന്തറ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഇവരെ വിളിച്ചു വരുത്തുകയും അനുബന്ധ ചർച്ചകൾക്കൊക്കെ എന്ന രീതിയിൽ ഈ കൂട്ടരും ഒന്നിച്ച് വീണ്ടും കാണുകയായിരുന്നു. ഈ സമയത്താണ് ഈ 6 സംഘം ബൈക്കിലെത്തുകയും ഇവരെ വെട്ടിപ്പരുക്കേൽപ്പിക്കുകയും ചെയ്തത്. മാരകമായ പരുക്കൾ ആണ് പലർക്കും ഏറ്റത്. പക്ഷേ ഭാഗ്യവശാൽ തല പോലുള്ള ഇടങ്ങളിലേക്ക് ഒന്നും കൊള്ളാതെ വന്നതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടമാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വെട്ടുകത്തിയും വാക്കത്തിയും ഒക്കെയാണ് ഈ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റു പ്രതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനകം പോലീസിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഈ ശ്രീജിത്ത് എന്നയാൾ കസ്റ്റഡിയിലുമാണ്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയായ ആളൊക്കെ എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റുള്ള പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രണയത്തിൻ്റെ പേരിലുണ്ടായ ചർച്ചകളും അതേ തുടർന്നുണ്ടായ വാക്കുതർക്കവുമാണ് ഇത്ര വലിയൊരു ആക്രമണത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് സ്പോട്ട് ലൈവിന് പോവുകയാണ്. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ TG മോഹൻദാസിനെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അർദ്ധരാത്രിയോടെയാണ് മോഹൻദാസിനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെക്കുറിച്ചും അതിൽ പങ്കെടുത്ത സ്ത്രീകളെക്കുറിച്ചും യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷപരവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിലാണ് നടപടി. കൊച്ചി മട്ടാഞ്ചേരിയിലെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ TG മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോൾ എന്ത് നടപടികളാണ് നടക്കുന്നത്? ഇന്ന് ഇതിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം എന്തായാലും കോടതിയിൽ ഹാജരാക്കുമെന്നറിയാം. എന്തായിരിക്കും പോലീസിന്റെ തുടർ നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ട്? പുലർച്ചെ 1 മണിയോടെ തിരുവനന്തപുരത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച TG മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നീളുന്ന നടപടിക്രമങ്ങൾക്കൊടുവിൽ TG മോഹൻദാസുമായി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തും. ആദ്യം മോഹൻദാസിൻ്റെ പ്രതികരണം തേടിയെങ്കിലും ഈ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് മൗനമായി അകത്തേക്ക് കയറിപ്പോവുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്വാഭാവികമായി മോഹൻദാസിന് എന്തെങ്കിലും ഇനി കൂടുതൽ പറയാനുണ്ടോ എന്ന പ്രതികരണം മാധ്യമങ്ങൾ തേടും. പക്ഷേ നിലവിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ് ഡോക്ടറുടെ മുറിക്കുള്ളിലേക്ക് മോഹൻദാസ് കടന്നുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം TG മോഹൻദാസിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കും. നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീത്വത്തെ അപമാനിക്കലും അതോടൊപ്പം തന്നെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ 4 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് TG മോഹൻദാസിനെതിരെ തിരുവനന്തപുരം
പേരിലാണ് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മോഹൻദാസിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ അതാണ് ഏറ്റവും ആകാംക്ഷ നിർത്തുന്ന കാര്യം. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്ന ഗുരുതരമായൊരു വകുപ്പ് കൂടി ഉള്ളതിനാൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിൽ ഒരു വിഭാഗം അഭിഭാഷകർ അല്ലെങ്കിൽ ഒരു കൂട്ടം നിയമവിദഗ്ധർ നൽകുന്ന സൂചനകൾ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് കൃത്യമായി ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്, ജാമ്യം ലഭിച്ചേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ മോഹൻദാസിനെ അനുകൂലിക്കുന്നവരും പങ്കുവെക്കുന്നു. എന്തായാലും വഞ്ചിയൂർ കോടതിയിലാകും അല്പസമയത്തിനകം ACJയും കോടതിയിലാകും TG മോഹൻദാസിനെ ഹാജരാക്കുക. പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ യുവജന സംഘടനകളുടെ പ്രതിഷേധം വഞ്ചിയൂർ കോടതി പരിസരത്ത് TG മോഹൻദാസിനെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അത്തരത്തിൽ പോലീസ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ TG മോഹൻദാസിനെ കൊണ്ടുപോകുന്ന പോലീസ് വാഹനത്തിന് സുരക്ഷ ഒരുക്കാനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ കൂടി ഈ വൈദ്യപരിശോധന തുടരും. അതിനുശേഷം മാത്രമേ TG മോഹൻദാസിനെ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ. ഡൽഹി ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുത്ത യുവതികൾക്കെതിരെ നടത്തിയ വിദ്വേഷം നിറഞ്ഞ പ്രതികരണങ്ങളാണ് TG മോഹൻദാസിനെതിരെ പരാതി നൽകുന്ന തരത്തിലേക്ക്, സൈബർ പോലീസിന് പരാതി നൽകുന്ന തരത്തിലേക്ക് യുവജന സംഘടനകളെ എത്തിച്ചത്. അങ്ങനെ AIF നേതാവ് നൽകിയ പരാതിയിലാണ് ഇങ്ങനെയൊരു നടപടിയെടുക്കാൻ സൈബർ ക്രൈം പോലീസ് തിടുക്കത്തിൽ നടപടികൾ ആരംഭിച്ചതും അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യുകയും ഗുരുതരമായ വകുപ്പുകൾ മോഹൻദാസിനെതിരെ ചുമത്തുകയുമൊക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നലെ മട്ടാഞ്ചേരിയിലെ വസതിയിൽ നിന്ന് മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരത്തേക്ക് അർദ്ധരാത്രിയോടെ എത്തിച്ച് പിന്നീട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഡോക്ടർ TG മോഹൻദാസിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ കോടതിക്ക് തുടർ നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് നിയമ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരോഗ്യപരമായി പ്രതി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റിമാൻഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടന്നാൽ അതിനടിസ്ഥാനമാകുന്നത് ഈ ഡോക്ടർ ഇവിടുന്ന് നൽകുന്ന കുറിപ്പുകളായിരിക്കും. അത്തരത്തിലുള്ള പരിശോധനകൾ, പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ഡോക്ടർ അതിൻ്റെ ഡോക്ടേഴ്സ് നോട്ട് തയ്യാറാക്കുകയാണ്. ആ നോട്ട് പോലീസിന് കൈമാറിയതിന് ശേഷമായിരിക്കും അതുമായി സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ വഞ്ചിയൂർ ACJയും കോടതിയിലേക്ക് അല്പസമയത്തിനകം എത്തുക. നമുക്കറിയാം, ഈ അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് പോലീസിന് നേരെ വലിയ വിമർശനം ഉയർന്നത്. കാരണം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്ത പോലീസ് എന്തുകൊണ്ട് TG മോഹൻദാസിനെ പിടികൂടുന്നില്ല എന്ന് വലിയ ആക്ഷേപങ്ങളൊക്കെ സൈബർ ഇടത്ത് ഉണ്ടായതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ പോലീസ് TG മോഹൻദാസിൻ്റെ വീട്ടിലെത്തുന്നു, റെയ്ഡ് നടത്തുന്നു, പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്നു. ഉടനടി തുടർ നീക്കങ്ങൾ വളരെ അതിവേഗത്തിൽ തന്നെ നടക്കുന്നു. ഇന്നത്തെ പത്രമാധ്യമങ്ങളടക്കം ഒരേ പ്രാധാന്യത്തോടു കൂടിയാണ് അർജുൻ ആയങ്കിയുടെയും TG മോഹൻദാസിനെ അറസ്റ്റ് അത് വാർത്തയായി റിപ്പോർട്ട് ചെയ്തത് പോലും. പക്ഷേ ഇത് BJP ഈ വിഷയത്തിൽ, ഈ കേസിൽ, ഈ TG മോഹൻദാസിൻ്റെ അറസ്റ്റിൽ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒരു നിലപാട് എന്താണ്? പ്രത്യേകിച്ചും TG മോഹൻദാസിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെടാതെ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് ചില സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം സൈബർ ഇടത്തു നിന്നൊക്കെ വിമർശനം ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിക്ക് നേരെ വധഭീഷണി മുഴക്കിയിട്ട് പോലും അവർക്ക് ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ സാഹചര്യം. എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ എതിരെ ഇത്ര അതിവേഗത്തിലുള്ള നടപടി ഉണ്ടായതെന്നൊക്കെ വിമർശനം ഉയർത്തുന്നവരുണ്ടല്ലോ. ഈ വിഷയത്തിൽ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണമുണ്ടോ? TG മോഹൻദാസിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം ഔദ്യോഗികമായി അവർ നടത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിലൊരു ഇരട്ട നീതിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു അവധി ദിവസം TG മോഹൻദാസിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത രീതി അനൗചിത്യം നിറഞ്ഞതാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ സൈബർ ഇടങ്ങളിൽ അത്തരം RSS അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും കോടതി ഈ കാര്യത്തിൽ നടത്തുന്ന നിരീക്ഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയമായ ഒരു പ്രതികരണം BJP നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ RSS കേന്ദ്രങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുക. എന്തായാലും മോഹൻദാസ് നടത്തിയ പരാമർശത്തെ RSS നേതൃത്വം നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. അതൊരിക്കലും RSS എന്ന സംഘടനയുടെ നിലപാടല്ല. ആ നിലപാട് മോഹൻദാസിൻ്റേത് മാത്രമാണ് എന്ന തരത്തിലുള്ള പരാമർശം അവർ നടത്തിയത്. അതിനപ്പുറത്തേക്ക് TG മോഹൻദാസിനെതിരെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളിൽ കൃത്യമായൊരു വ്യക്തത ഇനി വരുത്താനിരിക്കുന്നതേ ഉള്ളൂ. അത് സംഘടനാ തലത്തിൽ ആയിരിക്കും അത്തരത്തിൽ ഔദ്യോഗികമായ നിലപാട് പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുക. എന്തായാലും
നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിദ്വേഷ പരാമർശം നടത്തിയവർ പുറത്ത് സുഖവാസം ചെയ്യുമ്പോൾ ടി ജി മോഹൻദാസിനെതിരെ തിടുക്കത്തിലൊരു നടപടിയെടുത്തത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ BJP കേന്ദ്രങ്ങളിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നതാണ് വാസ്തവം. എന്തായാലും ടി ജി മോഹൻദാസിൻ്റെ ഭാഗത്തു നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇനി ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റിലായ ടി ജി മോഹൻദാസിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യപരിശോധന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടക്കുന്നത്. ഇടവേള. തൃശൂർ വടക്കാഞ്ചേരിയിൽ യുവാവിന് കുത്തേറ്റു. എങ്കക്കാട് സ്വദേശി സൂരജിനാണ് കുത്തേറ്റത്. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. ആക്രമണത്തിൽ പരിക്കേറ്റ സൂരജിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ ആക്രമണത്തിന് കാരണമായത്? ഈ ചെറിയൊരു വാക്കുതർക്കം മറ്റോ ഇത്തരത്തിൽ കത്തിക്കുത്തിലും കൊലപാതകത്തിലേക്ക് കലാശിക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു യുവാവിനെ ആക്രമിക്കുന്നു. ഇപ്പോൾ ഇയാളുടെ പരിക്കെങ്ങനെയാണ്? ഗുരുതരമാണ്? പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ? ടോം, CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എങ്കക്കാട് സ്വദേശി സൂരജിനാണ് കുത്തേറ്റത്. 32 വയസ്സാണ് അയാൾക്കുള്ളത്. സമീപത്തെ ഒരു സ്വകാര്യ ബാറിന് മുൻവശത്ത് വെച്ചിട്ടാണ്, അവിടുത്തെ റോഡിലാണ് ഇയാളെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഒരുപാട് രക്തം വാർന്നുപോയ സാഹചര്യത്തിലാണ്, ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ്. ഏത് സാഹചര്യത്തിലാണ് സൂരജിന് കുത്തേറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. വടക്കാഞ്ചേരിയിലെ ഏങ്കക്കാട് സ്വദേശിയാണ് സുരേഷിന്റെ മകൻ സൂരജ്. ഈ ഞായറാഴ്ച രാത്രി, അതായത് ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വടക്കാഞ്ചേരി വാഴാനി റോഡിലാണ് ഈ സ്വകാര്യ ബാറുള്ളത്. അതിൻ്റെ തൊട്ട് മുൻവശത്തുള്ള റോഡിലാണ് സൂരജിനെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഇത്തരത്തിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചികിത്സ തുടരുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. അത് ഈ ഗുരുതരമായ അവസ്ഥ, അതായത് ക്രിട്ടിക്കൽ സ്റ്റേജ് ഇതുവരെയും തരണം ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും സൂരജിൽ നിന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള പരിശോധന നടത്തി പ്രതി ആര്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ സൂരജിനെ കുത്തേറ്റത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് പോലീസ് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. എന്തായാലും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷമായിരിക്കും അതിലൊരു ക്ലാരിറ്റി വരിക. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് നിലവിൽ സൂരജിന് കുത്തേറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. സൂരജ് അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? കാരണം സൂരജിൻ്റെ മൊഴി എടുത്താൽ മാത്രമല്ലേ ഇതാരാണ് ആക്രമണം നടത്തിയത്, അതിൻ്റെ കാരണം സംബന്ധിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതുവരെയും പോലീസിനെ സംബന്ധിച്ച് ഈ അന്വേഷണം എത്രത്തോളം പ്രതിസന്ധി നിറഞ്ഞതായിരിക്കും ആജ്ഞ? ഏറ്റവും പരിസര പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ കുത്തേറ്റത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വകാര്യ ബാറിന് മുൻവശത്തുള്ള റോഡിൽ വെച്ചിട്ടാണ്. ഒരുപക്ഷെ മദ്യപാനത്തെ തുടർന്നുള്ള തർക്കത്തിന് ശേഷമുണ്ടായ കത്തിക്കുത്തായിരിക്കാം, അത്തരത്തിലുള്ള ഒരു ആക്രമണമായിരിക്കാം എന്നാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നിരുന്നാലും ആ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം വ്യാപകമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സൂരജിനെ കുത്തിയത് ആരെന്നോ ഏത് സാഹചര്യത്തിലാണോ എന്നുള്ള വിവരങ്ങൾ ലഭ്യമല്ല. സൂരജിന്റെ മൊഴി അടക്കം രേഖപ്പെടുത്തി അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സൂരജ് അബോധാവസ്ഥയിൽ തുടരുന്നു, അങ്ങേറ്റവും ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കത്തിക്കുത്തിന് ശേഷം ഇയാൾ റോഡിൽ വീണ് കിടക്കുകയെന്ന് ഒരുപാട് രക്തം വാർന്നുപോയ സാഹചര്യമുണ്ട്, ഒരുപാട് രക്തം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായാലും അബോധാവസ്ഥയിൽ തന്നെയാണ് സൂരജ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. അത് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതും പോലീസിന് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നാലും
സംഭവസ്ഥലത്തുള്ള തെളിവുകളും മറ്റ് സമീപത്തെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ശേഖരിച്ച ശേഷമായിരിക്കും പോലീസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരാണ് ആക്രമിച്ചതെന്നോ ഏത് സാഹചര്യത്തിലാണ് സൂരജ് ആക്രമിക്കപ്പെട്ടതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശാലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദതയെന്ന അവസാന വാട്സപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നുണ്ട്. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തി. വെള്ളിയാഴ്ച രാവിലെ കളക്ട്രേറ്റ് കോമ്പൗണ്ടിനകത്ത് ഐസ്ക്രീമിൽ എലിവിഷൻ ചേർത്ത് കഴിച്ച ആശാലത ഞായറാഴ്ച രാവിലെയോടെയാണ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ മരിക്കും മുൻപ് കൊടുത്ത മൊഴിയിൽ ആർക്കെതിരെയും പരാമർശമില്ല. സെക്ഷൻ മാറിയത് ആണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടായിരുന്നോ എന്നത് അന്വേഷണം കഴിഞ്ഞ ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്, അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ച, ഞാനും ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കളക്ടർ ഉൾപ്പെടെ സൂചിപ്പിച്ചതും ആ കുട്ടി വിഷം കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന് വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്തതിനകത്തും വീട്ടിലും ഓഫീസിലുമുള്ള സ്ട്രെസ്സാണ് കാരണം. എനിക്ക് ആരോടും പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ ഈ കുട്ടി സീനിയർ ക്ലർക്കാണ്, അവരെ സ്ഥലം മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണോ അത് നടന്നത്, അതിന് മുമ്പാണോ നടന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ലെന്നും മന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, നമുക്കറിയാം സാധാരണ നമ്മുടെ നാട്ടിലൊരു ആത്മഹത്യയോ ഇത്തരത്തിലുള്ള ഒരു ദുരൂഹ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ രാഷ്ട്രീയം കണ്ടെത്തോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഇതിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണമൊക്കെ സ്വാഭാവികമാണ്. ഇത് ഈ ആശാലതയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്താണ്? ടോമെ, അതിർക്കുഴി സ്വദേശിനിയായ ആശാലതയെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ എലിവിഷം കഴിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതായത് കലക്ടറേറ്റിലെത്തിയ ഇവർ സ്വന്തം കാറിൽ നിന്ന് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി ഇങ്ങനെ കഴിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ തന്നെ സ്വയം കാർ ഓടിച്ച് ആശുപത്രിയിലെത്തി താൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്ന കാര്യം പറയുന്നു. പക്ഷേ അപ്പോഴേക്കും സ്ഥിതി ഗുരുതരാവസ്ഥയിലായി. അങ്ങനെ ഇവരെ കാസർഗോട്ടെ തന്നെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും വീണ്ടും ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമാണുണ്ടായത്. ഇന്നലെ ഒരു 2:30 മണിയോടുകൂടിയാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ എന്താണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ, അതും ഇവരുടെ ജോലി സ്ഥലത്ത് എത്തി അവിടെ നിന്നും ഇങ്ങനെ ഒരു വിഷം കഴിക്കാനിടയായ സാഹചര്യം, അതിലിപ്പോഴും ദുരൂഹത തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. പോലീസിന് ഇതിലൊരു കൃത്യമായ ഒരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ജോലി സമ്മർദ്ദമായ എന്തെങ്കിലും പ്രശ്നം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിനിടയിലാണ് ഇവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസ്, നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ ഈ രീതിയിലുള്ള ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇവർ ഇടുന്നത്, എൻ്റെ നിശബ്ദത എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത്. അതോടൊപ്പം ഒരു പൂച്ചയുടെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്നത്. ഇത് എന്താണെന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിനായി സഹപ്രവർത്തകരോടും ഒപ്പം ഇവരുടെ സുഹൃത്തുക്കളോടും ഇവരുടെ ബന്ധുക്കളോടും ആയി പോലീസ് ഇതിൽ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പോലീസിന് ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ രാഷ്ട്രീയമായ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ പുറത്തു വരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ LDF അനുകൂല സംഘടനാ പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ
പശ്ചാത്തലത്തിലാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. പിന്നീട് ആശാലതയുടെ മരണത്തിന് ഉത്തരവാദിത്തം കാരണം ഇങ്ങനെ ഒരു സ്ഥലം മാറ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥലം മാറ്റമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് അതിൽ വ്യക്തമാക്കിയത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ വി ഡി സതീശന്റെ ഒരു പോസ്റ്റ് വരുന്നു. മെയ് 12-നാണ്, അതായത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇവരെ കലക്ടറേറ്റിലെ തന്നെ എൻഡോസൾഫാൻ സെല്ലിന്റെ ചുമതലയുള്ള വിഭാഗത്തിലേക്ക്, അതായത് അതേ ഒന്നാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കലക്ടറേറ്റിന്റെ തൊട്ടടുത്തു തന്നെയുള്ള മറ്റൊരു വിഭാഗത്തിലേക്ക് ഇവരെ സ്ഥലം മാറ്റുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വ്യക്തിപരമായ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് വേണം നമുക്ക് ആ വാട്സാപ്പ് സ്റ്റാറ്റസ്, ഇവരുടെ അവസാനത്തെ വാട്സാപ്പ് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ. അന്ന് രാവിലെ ഇവർ ഒരു ജിമ്മിൽ പോയിരുന്നു. ആ ജിമ്മിൽ പോയതിനു ശേഷമാണ് ഇവർ ഈ കലക്ടറേറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ കലക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് ഇവരുടെ വാഹനം കാറ് പാർക്ക് ചെയ്യുന്നു. ആ കാറിനകത്ത് തന്നെ ഇവർ ഐസ്ക്രീമിൽ എലിവേഷൻ കലർത്തിയാണ് ഇവർ ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്, പിന്നീട് ഗുരുതരാവസ്ഥയിലുമാകുന്നതും. എന്തായാലും ഇവർ വലിയ ഇപ്പോൾ TG മോഹൻദാസിനെ വഞ്ചൂർ കോടതിയിൽ എത്തിക്കുകയാണ്. അവിടെ ഒരു പ്രതിഷേധ സാധ്യതകളുണ്ട്. SFI പ്രവർത്തകരടക്കം അവിടെ സംഘടിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് TG മോഹൻദാസിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇനി എന്തായിരിക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടികളടക്കം എന്തായാലും ഈ മണിക്കൂറുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, TG മോഹൻദാസിനെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? അവിടെ ഒരു പ്രതിഷേധ സാധ്യതയുണ്ടോ? വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് TG മോഹൻദാസിനെ ഇന്നലെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. TG മോഹൻദാസിന് ജാമ്യം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, അവിടെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയാണ്, കരിങ്ങടി പ്രതിഷേധത്തിനിടെയാണ് TG മോഹൻദാസിനെ അല്പസമയം മുമ്പ് വഞ്ചിയൂർ ACBI കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പോലീസ് കൈമാറും, മജിസ്ട്രേറ്റിന് കൈമാറും. അതിനുശേഷമായിരിക്കും നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം TG മോഹൻദാസിന് ജാമ്യം നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. എന്തായാലും പോലീസ് ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിനായി ലാപ്ടോപ്പും മൊബൈലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. വസതിയിൽ നടത്തിയ പരിശോധനയിൽ അതിൽ നിന്ന് ഈ പത്രിക എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ജന്തർ മന്ദറിൽ സമരം നടത്തിയ പ്രക്ഷോഭകാരികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ യുവതികൾക്ക് നേരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം, കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം, അതായത് പോലീസ് കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പോലീസിന്റെ നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നതാകും. അങ്ങനെയാണെങ്കിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടയിലാണ് TG മോഹൻദാസിനെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ SFI പ്രവർത്തകർ കോടതിയിൽ TG മോഹൻദാസിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഉള്ള പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു പ്രതിഷേധമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഡാൻ, പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഈ പ്രതിഷേധക്കാർ SFI പ്രവർത്തകരാണ് പ്രതിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധം മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു അക്രമ സ്വഭാവത്തിന്റെ ശൈലിയിലേക്ക് മാറാതെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാകും സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്ന് SFI പ്രവർത്തകർ പോലീസിനെ അറിയിച്ചതായാണ് വിവരം. അതുകൊണ്ട് എന്തായാലും പോലീസ് അവിടെ സുരക്ഷ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ TG മോഹൻദാസിനെ അല്പസമയം മുമ്പ് ACBI കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. TG മോഹൻദാസിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
പിറവം പിറമാടം പള്ളിയിലെ സംഘർഷത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്കെതിരെ കേസ്. വൈദികരടക്കം 22 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആണ് കേസെടുത്തിരിക്കുന്നത്. തടഞ്ഞുവെക്കൽ, അസഭ്യം പറയൽ, പരിക്കേൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം ഓർത്തഡോക്സ് യാക്കോബായ സഭകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വിധി പറയും. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഡാനി, അങ്ങേറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമായിരുന്നു ഞായറാഴ്ച ഒരു കുർബാന മധ്യേ യാക്കോബായ ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവിടെ വൈദികർക്ക് പോലും ആക്രമണം നേരിടുന്ന, അല്ലെങ്കിൽ വൈദികർ പോലും പരസ്പരം ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഈ സംഭവത്തിൽ എന്താണ്? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര കണ്ട ഒരു സജീവമല്ലായിരുന്നു ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തർക്കം എന്ന് പറയുന്ന പള്ളിക്കകത്തെ തർക്കങ്ങൾ അത്ര കണ്ട് കാര്യമായിട്ടില്ലായിരുന്നു. അതിന് പുറത്തുള്ള സങ്കീർണതകളെല്ലാം തന്നെ അതേപടി തുടരുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രമാട പള്ളിയിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഇവിടെ പള്ളിക്കകത്താണ് ഈ തർക്കമെല്ലാം തന്നെ ഉണ്ടായത്, ബഹളങ്ങളെല്ലാം തന്നെ ഉണ്ടായതെന്നത് ശ്രദ്ധേയം തന്നെയാണ്. ഇതിൽ കോടതി ഉത്തരവ് അനുസരിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷത്തിന് ഈ പ്രമാടം പള്ളിയിലേക്ക് വരാനുള്ള അനുകൂല സാഹചര്യം ഒരുങ്ങുന്നത്. അതനുസരിച്ചുകൊണ്ട് അവർ അവിടേക്ക് വരികയും യാക്കോബായ പക്ഷത്തിൻ്റെ പക്കലിരിക്കുന്ന ഒരു പള്ളിയിൽ സ്വാഭാവികമായി അവിടെ എതിർപ്പ് ഉയരുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു തർക്കവും ബഹളവും എല്ലാം തന്നെയായി. പിന്നീട് അതിപ്പോൾ പോലീസ് കേസിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നു. 22 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ 2 പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 പക്ഷത്തെയും വൈദികർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസായി എടുത്തിട്ടുള്ളത്. ഓർത്തഡോക്സ് പക്ഷം കോടതി ഉത്തരവുമായി പള്ളിക്കകത്ത് കയറിയ ഓർത്തഡോക്സ് പക്ഷത്തെ തടഞ്ഞു എന്നതിനാണ് യാക്കോബായ വിഭാഗത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഓർത്തഡോക്സ് പക്ഷത്തിനെതിരെ ആകട്ടെ അകത്ത് ബഹളം ഉണ്ടാക്കിയതിനടക്കമുള്ള കാര്യങ്ങൾ നടന്നതിനെ അനുസരിച്ചുകൊണ്ടാണ് ഓർത്തഡോക്സ് പക്ഷത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പള്ളിയിൽ അതിക്രമിച്ച് കയറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഏതായാലും ഇതിൽ യാക്കോബായ സഭാവികാരി ഫാദർ ലാൽമോൻ മഠം അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം വീണ്ടും ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ കേസിൽ, അതായത് ഈ സഭാ തർക്കത്തിൽ ഹൈക്കോടതി വിധി വ്യാഴാഴ്ച വരികയാണ്. സ്വാഭാവികമായും അന്നൊരു വിധി പറഞ്ഞ ശേഷം, വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും പഴയതിനേക്കാളും രൂക്ഷമാകാനുള്ള സാധ്യതയില്ലേ? പല പള്ളികളിലും ഇപ്പോഴും വിധി നടപ്പാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നു. ആ രീതിയിലുള്ള ഒരു നീക്കങ്ങളും നടപടികളൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഈ സഭാ തർക്കം കോടതിയിലെത്തുന്നതും വീണ്ടും പരസ്പരം തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് വിശ്വാസികൾ പോകുന്നതും. ടോം, ഇക്കാര്യത്തിൽ ഈ സുപ്രീം കോടതിയിലടക്കം ചില ഈ ഹർജികളെല്ലാം തന്നെ വന്നതാണ്. അതനുസരിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കോടതി ഉത്തരവിന് വേണ്ടി വ്യാഴാഴ്ച കാക്കുന്നത് നിലവിൽ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിലേക്ക് റെഫർ ചെയ്ത 6 പള്ളികൾ എന്നത് പറഞ്ഞിരുന്നു. ആ ഒരു കേസിലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പള്ളികൾ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം, എരിക്കുംചിറ, ചെറുകുന്നം, എറണാകുളം ജില്ലയിലെ ആട്ടിൻകുരിശ് പള്ളി, അതോടൊപ്പം തന്നെ മുഖത്തല പള്ളി തുടങ്ങിയ 5 പള്ളികളിൽ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ച് സിംഗിൾ ബെഞ്ച് വിധി നൽകിയിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് യാക്കോബായ വിഭാഗം കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിലാണിപ്പോൾ ഉത്തരവ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നത്. എന്നാൽ ഇതിലും സർക്കാർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ അനുനയത്തോടുകൂടി ഈ കാര്യങ്ങൾ പരിഹരിക്കാനുള്ളൊരു ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതിലൊരു മധ്യസ്ഥനാകാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു. 2 സഭാ നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നതെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ ഇത് എത്ര ദൂരം എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നതിൻ്റെ ശ്രമങ്ങളാണ്, ഒരുപക്ഷെ ഒരു അവസാനവട്ട ശ്രമങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വ്യാഴാഴ്ചത്തേക്ക് ഉത്തരവ് പറയാനടക്കമുള്ള കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നത്. കാരണം അതിനു മുൻപായിട്ട് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തീർപ്പുകൾ ഉണ്ടാകുന്നെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോർമുലകൾ ഉണ്ടാകുന്നെങ്കിൽ അതിന് കൂടി പ്രാധാന്യം നൽകേണ്ടതുണ്ട്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ബഹളങ്ങളിലേക്കോ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കോ പോകാതെ നോക്കേണ്ടത് കൂടി സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. കാരണം ഇതിൽ ഈ കോടതി ഉത്തരവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടിയും പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങളാണ് നേരത്തെയും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സർക്കാർ ഇടപെടൽ കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഇതെല്ലാം തന്നെ ഒരു രമ്യതയിലേക്ക് അല്ലെങ്കിൽ
ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാനടക്കം തന്നെ ഒരു ഇടവേളകൾ സൃഷ്ടിക്കാൻ സർക്കാർ ഇടപെടൽ സാധ്യമായിട്ടുണ്ട്. ആ പാതയിൽ തന്നെയാണ് പുതിയ സർക്കാരും. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അത് എന്തൊക്കെ എന്നത് ഈ വരും ദിവസങ്ങളിൽ അത് വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ ശ്രമം. അപ്പോൾ അതുകൂടി കോടതിക്ക് മുന്നിൽ എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഫലം എന്താണ്, ഈ ചർച്ചയുടെ ഒരു ഫലം എന്താണ്? പിറവം പിറമാടം പള്ളിയിലെ സംഘർഷത്തിലാണ് ഓർത്തഡോക്സ് യാക്കോബ വിഭാഗങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വൈദികരടക്കം 22 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതിലൊരു ഈ കാര്യം വിശ്വാസികളും ഈ സഭാ നേതൃത്വമൊക്കെ ചിന്തിക്കണം. പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മാർഗം നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുണ്ട് എന്നത് സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.